സൊല്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമർസം എന്നുള്ള ചാപ്റ്ററിൽ 2 വീഡിയോ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ പറഞ്ഞാൽ ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ ആയിട്ടുള്ള നോമൻക്ലേച്ചർ നാമകരണം, എങ്ങനെയാണ് ഹൈഡ്രോ കാർബണുകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സസിലായിട്ട് നമ്മൾ ഹൈഡ്രോ കാർബൺസിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ്, എന്താണ് ഹൈഡ്രോ കാർബൺസ്, എന്താണ് ആൽക്കെയിൻ, എന്താണ് ആൽക്കീൻ, ഇവയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഒക്കെ ഘടന, സ്ട്രക്ചർ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യവും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഹൈഡ്രോ കാർബണുകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ്. ഈ നോമൻക്ലേച്ചറിൽ നമ്മൾ 3 ഘട്ടമായിട്ടാണ് പറയുന്നത്. ആദ്യം ആൽക്കൈൻ്റെ പറയും, അത് കഴിഞ്ഞാൽ ആൽക്കീൻ, പിന്നെ ആൽക്കൈൻ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ആൽക്കൈന് പേര് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ ഒരു ആൽക്കൈൻ ആദ്യം എഴുതാം. ഒരു ആൽക്കൈൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാം. CH4, ഒരു കാർബൺ ഉള്ള ആൽക്കൈൻ CH4 പറഞ്ഞാൽ ഒരു കാർബൺ ആണ്. H4 CnH2n+2 പ്രകാരം CH4 എന്ന് പറയുന്നത് ഒരു ആൽക്കൈൻ ആണ് അല്ലെ. കാർബണിന്റെ എണ്ണം 1 ആണ്, ഹൈഡ്രജന്റെ എണ്ണം 4 ആണ്, H2n+2. അപ്പം ഇത് ഏറ്റവും ചെറിയ ഒരു ആൽക്കൈൻ ആണ്. ഇതിനെങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ആദ്യത്തത് പദമൂലം അഥവാ വേർഡ് റൂട്ട് അറിയണം. പദമൂലം അഥവാ വേർഡ് റൂട്ട്. ഈ വേർഡ് റൂട്ടിന്റെ കൂടെ പിൻപ്രത്യയം അഥവാ സഫിക്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്തായി? പേരായി. പദമൂലത്തിന്റെ കൂടെ പിൻപ്രത്യയം, വേർഡ് റൂട്ടിന്റെ കൂടെ സഫിക്സ് ആഡ് ചെയ്താൽ നമുക്ക് പേര് കിട്ടും. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വേർഡ് റൂട്ടിന് പദമൂലം, സഫിക്സ് പറഞ്ഞാൽ പിൻപ്രത്യയം. എന്താണ് വേർഡ് റൂട്ട്, എന്താണ് സഫിക്സ്, അതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, എന്നാലും നമ്മൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ഒരു കാർബൺ ഉള്ള ആൽക്കൈൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർബൺ ഉള്ള ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് വരെ എങ്ങനെയാണ്? മീത്ത് അഥവാ മെത്ത് വരും. മീത്ത് അല്ലെങ്കിൽ മെത്ത് എന്ന് വരും. ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് METH. ഇനി 2 കാർബൺ ഉള്ളതാണെങ്കിൽ വെറും എത്ത് വരും. 3 കാർബൺ ഉള്ളതാണെങ്കിൽ പ്രൊപ്പ് വരും. 4 കാർബൺ ഉള്ളതാണെങ്കിൽ ബ്യൂട്ട് വരും. 5 കാർബൺ ഉള്ളതാണെങ്കിൽ പെന്റ് വരും. ഒരു കാർബൺ മെത്ത്, 2 കാർബൺ എത്ത്, 3 കാർബൺ പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെന്റ്. 6 കാർബൺ ആണെങ്കിൽ ഹെക്സ് വരും. 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ് വരും. 8 കാർബൺ ആണെങ്കിൽ ഒക്റ്റ് വരും. 9 കാർബൺ ആണെങ്കിൽ നൊണ്ണ് വരും. 10 കാർബൺ ആണെങ്കിൽ ഡക്ക് വരും. ഇതാണ് വേർഡ് റൂട്ട്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നൊണ്ണ്, ഡക്ക്. ഇതാണ് വേർഡ് റൂട്ടായിട്ട് നമ്മൾ പറയുന്നത്. ഇനി സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഫിക്സ് അഥവാ പിൻപ്രത്യയം. ഈ തന്നിരിക്കുന്ന സാധനം ഏകബന്ധനമുള്ള ആൽക്കൈൻ ആണെങ്കിൽ സഫിക്സ് ആയിട്ട് എന്ത് വരും? ANE വരും. മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? എയിൻ എന്ന് പറയാം അല്ലെ. ANE അഥവാ എയിൻ വരും. ഇനി ഇത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ, ദ്വിബന്ധനമാണെങ്കിൽ സഫിക്സ് ആയിട്ട് എന്ത് വരും? ENE വരും. E എന്ന് പറയും മലയാളത്തില്. എയിന്, ഈന്. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ, ത്രിബന്ധനമാണെങ്കിൽ YNE വരും സഫിക്സ് ആയിട്ട്. ഐൻ, ആൽക്കൈൻ എന്ന് പറയും. ഇതാണ് സഫിക്സ്, ഇതാണ് വേർഡ് റൂട്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയെങ്കിൽ ഏതൊരു ഹൈഡ്രോ കാർബണിനും നമുക്ക് എന്ത് കൊടുക്കാം? പേര് കൊടുക്കാം. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ആണ് പേര് വരിക. അപ്പം
ഒരു കാർബൺ ഉള്ള ആൽക്കെയിൻ ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എന്ത് വരും? മെത്ത് വരും. രണ്ടുള്ളതാണെങ്കിൽ എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ് അങ്ങനെ പോകും. ഇനി സഫിക്സ് ആണെങ്കിൽ ഏകബന്ധനം ഉള്ളതാണെങ്കിൽ ഹൈഡ്രോ കാർബൺ ഏകബന്ധനമുള്ള ആൽക്കെയിൻ ആണെങ്കിൽ ANE ആണ് സഫിക്സ് വരിക. ഇനി അത് ആൽക്കീൻ ആണെങ്കിൽ ENE വരും, ആൽക്കൈൻ ആണെങ്കിൽ YNE വരും. ഇതാണ് സഫിക്സ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മളുടെ കോമ്പൗണ്ട് CH4 ആണ് മോളിക്കുലാർ ഫോർമുല. ഒരു കാർബൺ ആണുള്ളത്. ഒരു കാർബൺ ആവുന്ന സമയത്ത് എന്താണ് വരിക? മെത്ത് വരും അല്ലെ. അപ്പം METH ഒരു കാർബൺ ഉള്ളതായതുകൊണ്ട് മെത്ത് എന്ന് വന്നു. പ്ലസ് സഫിക്സ് ഏതാ വരിക? സിംഗിൾ ബോണ്ട് ആണ് അല്ലെ. സഫിക്സ് ഏതാ വരിക? അപ്പം ANE. ഇത് ചേർത്ത് എഴുതിയാല് മീത്തേൻ. ഇതാണ് ഇതിന്റെ IUPAC നെയിം. എന്താണ് IUPAC എന്ന് പറഞ്ഞാല്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഈ കെമിസ്ട്രിയിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനൊക്കെ പേര് നൽകേണ്ടത് എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അതിന്റെ പേരാണ് IUPAC. IUPAC പറയുന്നത് പ്രകാരമാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനൊക്കെ പേര് കൊടുക്കുന്നത്. അപ്പം ഇതിന്റെ പേര് വരെ എന്താണ്? മീത്തേൻ. ഇനി നമ്മൾ 2 കാർബൺ ഉള്ളതാണെന്ന് വിചാരിക്കുക. 2 കാർബൺ ഉള്ളതാണെങ്കിൽ ഇപ്പം CH3 സിംഗിൾ ബോണ്ട് CH3 2 കാർബൺ ഉള്ള ആൽക്കൈൻ. ഇതിന്റെ പേര് എങ്ങനെയാ വരിക? അപ്പം 2 കാർബൺ ആണെങ്കിൽ ഇതാ എത്താണ് വരിക അല്ലെ. വേർഡ് റൂട്ട് എത്ത് പ്ലസ് ANE എന്ത് വരും? സമം ഈത്തേൻ വരും. ഇങ്ങനെയാണ് ഹൈഡ്രോ കാർബണുകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രാഞ്ച്ഡ് ആൽക്കൈൻ. ഇപ്പോൾ നമ്മൾ എഴുതിയത് ബ്രാഞ്ച് ഇല്ലാത്ത ഒറ്റ ആൽക്കൈന്റെ പേര് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ ബ്രാഞ്ച്ഡ് ആൽക്കൈൻ, ആൽക്കൈന് ശാഖകൾ വരികയാണെങ്കിൽ എങ്ങനെയാണ് അതിന് പേര് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു ആൽക്കൈൻ, ബ്രാഞ്ച് ഉള്ള ഒരു ആൽക്കൈന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നു, കണ്ടൻസ്ഡ് ഫോർമുല. ഇനി നമ്മൾ ഒരിക്കലും സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പഴയതുപോലെ C എഴുതിയിട്ട് 2-3 ബോണ്ടൊക്കെ വരച്ചിട്ട് അങ്ങനെയല്ല വരയ്ക്കുക. കണ്ടൻസ്ഡ് ഫോർമുല മാത്രമേ എഴുതുള്ളൂ. കണ്ടൻസ്ഡ് ഫോർമുലയാണ് ഇനി ത്രൂ ഔട്ട് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു ബ്രാഞ്ച്ഡ് ആൽക്കൈന്റെ കണ്ടൻസ്ഡ് ഫോർമുല വരയ്ക്കുക. കണ്ടൻസ്ഡ് ഫോർമുല വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം കംപ്ലീറ്റ് കാർബൺ വരയ്ക്കുക. കാർബൺ വരച്ചതിന് ശേഷം മാത്രം ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. അതായത് ഇപ്പം 5 കാർബൺ ഉള്ള ഒരു ആൽക്കൈൻ ആണെന്ന് വിചാരിക്കുക. 1 2 3 4 5 കാർബൺ ആദ്യം വരച്ചു. ഇതിന് ശേഷം മാത്രം ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. കാരണം എന്താ പറഞ്ഞാൽ ഇങ്ങനെ എഴുതി, അല്ലാണ്ട് എഴുതിയാൽ തെറ്റൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഇങ്ങനെ എഴുതിയാലാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാണ്ട് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ കഴിയുക. എന്താ പറഞ്ഞാൽ ഈ ബോണ്ട് ഇടയിൽ വരുന്നത് കൊണ്ട് ചില സമയത്ത് നമ്മൾ H3 ആണോ H2 ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. ഈ കാർബണിന്റെ വാലൻസി 4 ആണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുമാണ്. അപ്പൊ ഈ കാർബണിന്റെ വാലൻസി 4 ആണ്. ഒരു ഇലക്ട്രോൺ ഇവിടെ ഈ ബോണ്ടിലൂടെ ഈ കാർബണായിട്ട് ഷെയർ ചെയ്തു അല്ലെ. ഒരു ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്തു. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 3 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 3 ഇലക്ട്രോണിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചേർക്കുന്നു? ഹൈഡ്രജൻ ചേർക്കുന്നു. അപ്പൊ എത്ര ഹൈഡ്രജൻ ചേർക്കാം? 3 ഹൈഡ്രജൻ ചേർക്കാം. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ കാർബൺ നോക്കുക. ഇവിടെ ഒരു ഇലക്ട്രോൺ ഈ കാർബണായിട്ടും പങ്കുവച്ചു, അടുത്ത ഇലക്ട്രോൺ ഈ കാർബണായിട്ടും പങ്കുവച്ചു. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഈ 2 ഇലക്ട്രോണിനെ നമ്മൾ എന്താക്കുന്നു? ഹൈഡ്രജനുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? H2 ഉണ്ടാവും. ഇനി മൂന്നാമത്തെ നോക്കുക. ഇതും അതുപോലെ തന്നെ. ഒന്ന് ഇവിടെ ഷെയർ ചെയ്തു, ഒന്ന് ഇവിടെ ഷെയർ ചെയ്തു. ബാക്കി എത്ര ഉണ്ടാവും? 2 ഹൈഡ്രജൻ ഉണ്ടാവും. ഇതിലും അങ്ങനെ തന്നെ. ഒന്ന് ഇവിടെ ഷെയർ ചെയ്തു, ഒന്ന് ഇവിടെ ഷെയർ ചെയ്തു. ബാക്കി 2 ഹൈഡ്രജൻ ഉണ്ടാവും. ഇവിടെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ, ബാക്കി 3 ഹൈഡ്രജൻ. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് ഒരു ആൽക്കൈനിന്റെ സ്ട്രക്ചർ ആണ്. ഇനി നിങ്ങളോട് ചിലപ്പം എക്സാമിന് ചോദിക്കാം, ഇങ്ങനെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നത് നേരിട്ട് എക്സാമിന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാർബണിൽ ഒരു ബ്രാഞ്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് കൊടുത്തു. ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുത്തു. ഒരു കാർബൺ ഉള്ള ബ്രാഞ്ചോ അല്ലെങ്കിൽ 2 കാർബൺ ഉള്ള ഒരു ബ്രാഞ്ച് ആയിക്കോട്ടെ.
2 കാർബണുള്ള ഒരു ബ്രാഞ്ച് കൊടുത്തു. ഈ 2 കാർബണുള്ള ബ്രാഞ്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ബ്രാഞ്ച് ആദ്യം വരയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാർബണിന്റെ 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചു, 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചു, 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചു, ബാക്കി എത്രയുണ്ട്? ഒറ്റ ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ H2 ഉണ്ടാവില്ല, HA ഉണ്ടാവുള്ളൂ, കാരണം താഴെ ബ്രാഞ്ച് വന്നതുകൊണ്ട്. ഇനി താഴെയുള്ള കാർബണുകൾക്ക് നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ ഇതിന് 1 ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്, 1 ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്, ബാക്കി എത്ര ഉണ്ടാവും? H2 ഉണ്ടാവും. ഇതിലാണെങ്കിലോ H3 ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ആൽക്കീൻ. ഒരു ബ്രാഞ്ച് ഉണ്ട്, രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഒരു ആൽക്കീൻ. ഇനി എങ്ങനെയാണ് ഈ ആൽക്കൈന് പേര് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ആൽക്കൈന് പേര് കൊടുക്കണമെങ്കിൽ IUPAC പറയണ കുറച്ച് റൂൾസ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. ആദ്യത്തെ റൂൾസ് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലുള്ള മെയിൻ ചെയിൻ അഥവാ മുഖ്യ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഐഡന്റിഫൈ ദ മെയിൻ ചെയിൻ ഓർ മുഖ്യ ചെയിൻ. മുഖ്യ ചെയിൻ മലയാളത്തിൽ പറയും മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക. ഈ മെയിൻ ചെയിൻ എങ്ങനെയാ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, ഇതിലുള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ആയിരിക്കും മെയിൻ ചെയിൻ. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ, നീളം കൂടിയ കാർബൺ ചെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൻ ചെയിൻ അല്ലെങ്കിൽ മുഖ്യ ചെയിൻ എന്ന് വിളിക്കുന്നത്. മുഖ്യ ചെയിൻ പുതിയ ടെക്സ്റ്റിൽ ഉണ്ടാവും, മുഖ്യ ചെയിൻ അഥവാ മെയിൻ ചെയിൻ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഐഡന്റിഫൈ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ ആദ്യം എന്താക്കണം? ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഇതിലുള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഏതാ നോക്കുകയാണ് ചെയ്യേണ്ടത്. നോക്കാം, നമുക്ക് എങ്ങനെ എണ്ണി നോക്കാം അല്ലെ. 1 2 3 4 5 കാർബൺ. നേരെയുള്ള ചെയിൻ ആണെങ്കിൽ 5 കാർബൺ ആണല്ലേ. ഇതിന് എണ്ണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മുന്നോട്ട് മാത്രം പോവുക, ഒരു കാരണവശാലും റിവേഴ്സ് വരരുത്. റിവേഴ്സ് ഗിയർ ഇല്ലാത്ത വണ്ടിയാണ്. നേരെ എണ്ണുകയാണെങ്കിൽ നേരെ തന്നെ എണ്ണി പോവുക. അപ്പോൾ 1 2 3 4 5. ഇനി 1 2 3 4 ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ടാക്കാമല്ലോ. അതിലാണെങ്കിൽ 1 2 3 4 കാർബണേ ഉള്ളൂ. ഇനി നമ്മൾ 1 2 3 4 5 6 ഇങ്ങനെ വരാമല്ലോ. അതിൽ 6 കാർബൺ ഉണ്ട്. അപ്പൊ അതായിരിക്കുമല്ലോ ഏറ്റവും വലുത്. അപ്പം ഇതിലുള്ള മെയിൻ ചെയിൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിനെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മളുടെ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് ശാഖയാണ്, ഇത് മെയിൻ ചെയിൻ ആണ്. മെയിൻ ചെയിൻ അല്ലാത്തത് ബാക്കിയൊക്കെ ശാഖയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മെയിൻ ചെയിനിന് നമ്പർ കൊടുക്കണം. നമ്പറിംഗ് ആണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്പറിംഗ് ആണ്. ഈ നമ്പറിംഗ് നമുക്കറിയാം, നമ്പർ കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ 1 2 3 4 5 6 ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് നമ്പർ കൊടുക്കണം. ഇനി തിരിച്ച് 1 2 3 4 5 6 ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നമ്പർ കൊടുക്കാം. നമ്മൾ നമ്പർ ഒന്ന് കൊടുത്തു നോക്കാം. 1 2 3 4 5 6 ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്പർ കൊടുത്തു. ഇനി തിരിച്ച് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊടുത്താൽ 1 2 3 4 5 6 ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും നമ്പർ കൊടുത്തു. ഇത് ഏത് രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഏത് രീതിയിലാണോ ശാഖയ്ക്ക് ചെറിയ നമ്പർ കിട്ടുന്നത് ആ രീതിയായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്പർ കൊടുത്താലാണോ ചെറിയ നമ്പർ കിട്ടുക, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നമ്പർ കൊടുത്താലാണോ ചെറിയ നമ്പർ കിട്ടുക, ഏതാണോ ചെറിയ നമ്പർ കിട്ടുന്നത് ആ രീതിയിലായിരിക്കണം നമ്പർ കൊടുക്കുന്നത്. ഇവിടെ നോക്കുക, നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് കിടക്കുന്നത് അല്ലെ. ഇതാണ് നമ്മളുടെ ബ്രാഞ്ച്. മൂന്നാമത്തെ ഈ കാർബണിലാണ് ഈ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ 1 2 3 4 കാർബണിലാണ് നമ്മൾ ബ്രാഞ്ച് കിടക്കുന്നത്. അപ്പൊ ഏതായിരിക്കും നമ്മളുടെ രീതി? ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കൊടുക്കുന്ന രീതി. ഇത് ഓരോരോ ആൽക്കൈനും വേറെ വേറെ ആയിരിക്കും. നമ്മൾ നമ്പർ കൊടുത്തു നോക്കുക, ഏതാണോ ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുന്നത് ആ രീതിയിൽ നമ്പർ കൊടുക്കുക. അല്ലാണ്ട് എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ആയിരിക്കും പഠിച്ചു വെക്കരുത്. എങ്ങനെയാണോ ബ്രാഞ്ച് വരുന്നത് അതിനനുസരിച്ച് നമ്പറിങ് മാറും. ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടണം, അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടെ ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുക ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കൊടുത്താലാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്പർ കൊടുത്തു. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് പേര് എഴുതി തുടങ്ങാം. പേര് എഴുതുന്നതിന് ഒരു ക്രമമുണ്ട്, ഒരു ഓർഡർ ഉണ്ട്.
അപ്പം ഓർഡർ ഓഫ് നെയിമിങ്. എങ്ങനെയാണ് ഓർഡർ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതില് മെയിൻ ചെയിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ നമ്പറിങ് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് പേര് എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് പൊസിഷൻ, ആദ്യം എഴുതേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതേണ്ടത് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ആണ്. ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ ആണ് ഫസ്റ്റ് നമ്മൾ എഴുതുക. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ചിന്റെ സ്ഥാനസംഖ്യയാണ് ആദ്യം നമ്മൾ എഴുതുക. ഇവിടെ ബ്രാഞ്ചിന്റെ സ്ഥാനസംഖ്യ എന്താണ്? 3 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ പേര് എഴുതാം. അപ്പം ആദ്യം എഴുതേണ്ടത് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ആണ്. അപ്പം ഇതിൽ പൊസിഷൻ ഏതാണ്? 3 ആണ്. അപ്പൊ നമ്മൾ 3 എന്ന് മാർക്ക് ചെയ്തു. ഇതിന്റെ പേരാണ് ഇത് 3. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹൈഫൺ ഇടുകയാണ് വേണ്ടത്. ഹൈഫൺ. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഹൈഫണിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഗാനിക് കെമിസ്ട്രിക്കുള്ള ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ചില സമയത്ത് നമ്മളുടെ മാർക്ക് വേഗം പോകും. അതായത് ഈ ഹൈഫൺ ഇട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ANE എഴുതേണ്ട സ്ഥാനത്ത് ENE, മലയാളത്തിലൊക്കെ എഴുതുമ്പോൾ വളരെ ഒരൊറ്റ ദീർഘത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇതുകൊണ്ട് നമ്മളെടുത്ത് ഒരു സാർ ഒറ്റ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ഇതിനെന്തിനാ മാർക്ക് കുറച്ചത്? ഒരു മാർക്ക് പോലും തരാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മാത്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റെപ്പിന് നമുക്ക് മാർക്ക് കൊടുക്കാം, ഇതിന് സ്റ്റെപ്പിനൊന്നും മാർക്ക് തരാൻ പറ്റില്ല. ഒറ്റ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ നിങ്ങളുടെ ചിലപ്പോൾ 3 മാർക്കോ 4 മാർക്കോ പോയി കിട്ടും. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എഴുതുക. അത് കഴിഞ്ഞാൽ ഹൈഫൺ ഇടുക. അപ്പൊ നമ്മളിവിടെ ഹൈഫൺ ഇടണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഹൈഫൺ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നെയിം ഓഫ് ബ്രാഞ്ച് ആണ്. നെയിം ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ചിന്റെ പേര് അല്ലെങ്കിൽ റാഡിക്കലിന്റെ പേര്, അല്ലെങ്കിൽ റാഡിക്കൽ ബ്രാഞ്ച് അഥവാ റാഡിക്കൽ എന്നും കൂടെ എന്ത് വിളിക്കാം? നമുക്ക് ബ്രാഞ്ചിനെ വിളിക്കാം റാഡിക്കൽ. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ബ്രാഞ്ചിന്റെ പേര് എഴുതാണ്. നെയിം ഓഫ് ബ്രാഞ്ച്. നമുക്കറിയാം ഇവിടെ ഉള്ളത് കാർബൺ, ഒരു കാർബൺ ഉള്ള ബ്രാഞ്ച് ആണ്. അപ്പൊ ബ്രാഞ്ചിന്റെ പേര് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അടിയിൽ പറയാം. നിങ്ങൾക്ക് ആകെ 2 ടൈപ്പ് ബ്രാഞ്ചേ വരും. ഒന്നുകിൽ ഒരു കാർബൺ ഉള്ള ബ്രാഞ്ച്, അല്ലെങ്കിൽ 2 കാർബൺ ഉള്ള ബ്രാഞ്ച്. ഒരു കാർബൺ ഉള്ള ബ്രാഞ്ച് ആണെങ്കിൽ, കാർബൺ 1 ആണെങ്കിൽ ബ്രാഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? മീത്തൈൽ എന്ന് വിളിക്കും. മീത്തൈൽ, മീത്തീൽ എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. മീത്തൈൽ, METHYL ആണ്. YL, മീത്തൈൽ. L ആണ്. N എഴുതിയാൽ തെറ്റാണ്. L തന്നെ ആയിരിക്കണം. മീത്തൈൽ എന്നാണ് നമ്മൾ ഒരു കാർബൺ ഉള്ള ബ്രാഞ്ചിനെ വിളിക്കുക. ഇനി ഈ ബ്രാഞ്ചിൽ 2 കാർബൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈത്തൈൽ എന്ന് വിളിക്കും. 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പൈൽ എന്ന് വിളിക്കും. പക്ഷെ 3 കാർബൺ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, 2 കാർബൺ വരെ പഠിക്കാനുള്ളൂ. അപ്പം ഒരു കാർബൺ ഉള്ളതാണെങ്കിൽ മീത്തൈൽ ആയിരിക്കും ബ്രാഞ്ചിന്റെ പേര്, 2 കാർബൺ ഉള്ളതാണെങ്കിൽ ഈത്തൈൽ ആയിരിക്കും ബ്രാഞ്ചിന്റെ പേര്. അപ്പം നെയിം ഓഫ് ബ്രാഞ്ച് അഥവാ റാഡിക്കൽ. നമ്മൾ നോക്കുക, ഇവിടെ ഒരു കാർബൺ ഉള്ള ബ്രാഞ്ച് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പേര് കൊടുക്കാം? മീത്തൈൽ എന്ന് പേര് കൊടുക്കാം. 3 മീത്തൈൽ ആയല്ലോ. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് നെയിം ഓഫ് മെയിൻ ബ്രാഞ്ച് ആണ്, മെയിൻ ചെയിൻ ആണ്. നാലാമത്തെ സ്റ്റെപ്പിൽ നെയിം ഓഫ് മെയിൻ ചെയിൻ. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മെയിൻ ചെയിനിന്റെ പേരും കൂടി എഴുതിയാൽ ഇതിന്റെ നെയിം കംപ്ലീറ്റ് ആയി. മെയിൻ ചെയിനിന്റെ പേര്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് ആദ്യം നോക്കുക. 6 കാർബൺ. 6 കാർബൺ ഉള്ള ആൽക്കീൻ എങ്ങനെയാ നമ്മൾ പേര് കൊടുക്കുക? ഹെക്സ് ആണല്ലേ വേർഡ് റൂട്ട് വരിക, ഹെക്സെയിൻ വരും. അപ്പൊ മെയിൻ ചെയിനിന്റെ പേര് എന്ത് വരും? ഹെക്സെയിൻ. അപ്പം ഈ കോമ്പൗണ്ടിന്റെ പേര് എന്ത് വരും? 3 മീത്തൈൽ ഹെക്സെയിൻ എന്നാണ് ഇതിന്റെ പേര് വരിക. 3 മീത്തൈൽ ഹെക്സെയിൻ. ഒന്നുകൂടെ പറയാം. ഓർഡർ ഓഫ് നെയിമിംഗ് ആദ്യം, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. ആദ്യം ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എഴുതുക, അത് കഴിഞ്ഞാൽ ഹൈഫൺ ഇടുക, അത് കഴിഞ്ഞാൽ നെയിം ഓഫ് ബ്രാഞ്ച് അല്ലെങ്കിൽ റാഡിക്കല് ബ്രാഞ്ചിന്റെ പേര് എഴുതുക, ലാസ്റ്റ് സ്റ്റെപ്പിൽ മെയിൻ ചെയിന്റെ പേര് എഴുതുക. ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ആൽക്കൈന്റെ പേര്. അപ്പൊ ഇതിന്റെ കേസിൽ
3-methyl hexane ആണ് വരിക. ഇത് എഴുതുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം, നമ്പറിങ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബ്രാഞ്ചഡ് ആൽക്കെയിന് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ചഡ് ആൽക്കെയിന് പേര് കൊടുക്കുക. അടുത്തത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ആദ്യം നമ്മൾ ഒരു ബ്രാഞ്ചുള്ള ഒരു ആൽക്കെയിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നു. ഒരു 6 കാർബൺ ഉള്ള ഒരു ആൽക്കെയിൻ. 6 കാർബൺ ആണ്. 1 2 3 4 5 6 കാർബൺ. 6 കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ്. ഈ ആൽക്കെയിന് നമ്മൾ മൂന്നാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് വരയ്ക്കുക. ഒരു കാർബൺ ഉള്ള ബ്രാഞ്ച്. മൂന്നാമത്തെ കാർബണിൽ ഒരു കാർബൺ ഉള്ള ബ്രാഞ്ച് വരച്ചു. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇവിടെ ഒരു ഇലക്ട്രോൺ പങ്കുവച്ചിട്ടുണ്ട്, ബാക്കി എത്ര ഉണ്ടാവും? 3. ഇപ്പൊ CH3. ഇവിടെയാണെങ്കിൽ 1 ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്, ബാക്കി 2 ഉണ്ടാവും, CH2. ഇനി ഇവിടെയാണെങ്കിൽ 1 ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്, 1 ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്, 1 താഴെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി ഒറ്റ ഹൈഡ്രജനേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ കേസിലാണെങ്കിൽ 1 ഇവിടെ, 1 ഇവിടെ, ബാക്കി H2. ഇവിടെ H2, ഇവിടെ H3. ഇനി ഇതിന്റെ കേസിലാണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരും? H3 തന്നെ വരും. ഇതാണ് നമ്മളുടെ ആൽക്കെയിൻ. ഈ ആൽക്കെയിന് എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിലുള്ള മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം, മുഖ്യ ചെയിൻ കണ്ടുപിടിക്കണം. നോക്കുക, നമ്മൾ 1 2 3 4 5 6 കാർബൺ. നേരെയുള്ള ചെയിൻ ആണെങ്കിൽ 6 കാർബൺ. ഇനി 1 2 3 4 കാർബൺ. 1 2 3 4 5 കാർബൺ. അപ്പോൾ നേരെയുള്ള ചെയിൻസ് തന്നെയാണ് ഇതിലുള്ള മെയിൻ ചെയിൻ അഥവാ മുഖ്യ ചെയിൻ. അപ്പൊ നമ്മൾ അതവിടെ മാർക്ക് ചെയ്തു. ഈ മാർക്കിംഗ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ നമ്മൾ തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വരച്ചു വെച്ചാൽ നന്നാവും, ഒരിക്കലും തെറ്റിപ്പോകില്ല. മെയിൻ ചെയിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. രണ്ടാമത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്പറിംഗ് ആണ് അല്ലെ. ശാഖയ്ക്ക് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പറിംഗ്. 1 2 3 4 5 6. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്പർ കൊടുത്തു. ഇനി തിരിച്ച് 1 2 3 4 5 6. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും നമ്പർ കൊടുത്തു. നോക്കുക, നമ്മൾ ഏത് നമ്പറിങ്ങിലാണ് മിനിമം നമ്പർ വരുന്നത് എന്നുള്ളത്. ഇവിടെ നിന്നാണെങ്കിൽ 3ാമത്തെ കാർബണിലാണ് ഉള്ളത് അല്ലെ, ഇവിടെ നിന്നാണെങ്കിൽ 4ാമത്തെ കാർബണിലാണ് ഉള്ളത്. അപ്പൊ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുക? ഈ നമ്പറിംഗ് ആണ് ചൂസ് ചെയ്യുക, ഇതല്ല അല്ലെ. അത് കഴിഞ്ഞാൽ നമുക്ക് പേരെഴുതി തുടങ്ങാം. പേരെഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് അല്ലെ, ശാഖയുടെ സ്ഥാനസംഖ്യയാണ് ആദ്യം എഴുതേണ്ടത്. ഇതിൽ ശാഖയുടെ സ്ഥാനസംഖ്യ ഏതാണ്? 3ാമത്തെ കാർബണിലാണ് ശാഖ കിടക്കുന്നത്, അപ്പൊ 3. രണ്ടാമതായിട്ട് നമ്മൾ ഹൈഫൺ ഇടണം, ഹൈഫൺ ഇട്ടു. മൂന്നാമതായിട്ട് ശാഖയുടെ പേര് അല്ലെ, നെയിം ഓഫ് ബ്രാഞ്ച് അല്ലെങ്കിൽ റാഡിക്കൽ. ഒരു കാർബൺ ഉള്ള ശാഖയാണല്ലോ, ഇതാണല്ലോ ശാഖ, ഒറ്റ കാർബൺ ആണല്ലോ ഉള്ളത്. ഒരു കാർബൺ ഉള്ള ശാഖയാണെങ്കിൽ നമ്മൾ എന്ത് പേര് കൊടുക്കും? മീഥൈൽ. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മെയിൻ ചെയിന് പേര് കൊടുക്കുന്നു. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ആണ്. 6 കാർബൺ ഉള്ള മെയിൻ ചെയിന് ഹെക്സൈൻ എന്ന് പേര് വരും. മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ഇങ്ങനെയാണ് നമ്മൾ ആൽക്കെയിന് പേര് കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നോവസ് സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, ഈ ക്ലാസ് കാണുന്നതിന് മുമ്പേ ഈ ഓർഗാനിക്കിന്റെ ആദ്യത്തെ 2 പോർഷൻസ്, ആദ്യത്തെ 2 പാർട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ചാനലിന്റെ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പം അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ആദ്യം ബേസ് വേണം. ആ ബേസ് ആണ് ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. അപ്പം എന്നിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യുക. ഇതിന്റെ അടുത്ത പോർഷൻസ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്സ്.